കട്ടപ്പന നഗരസഭാ കൗൺസിൽ യോഗം നടന്നു. 25 അജണ്ടകൾ കൗൺസിലിൽ ചർച്ചയായി. ഭരണകക്ഷിയിലെ ഐ ഗ്രൂപ്പ് കൗൺസിലിൽ നിന്ന് വിട്ടുനിന്നു. ഭരണകക്ഷിയിലെ ചേരിപ്പോര് നഗരസഭയുടെ സുഗമമായ ഭരണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. 2025-26 വാർഷിക പദ്ധതി, കരട് പദ്ധതി അംഗീകാരം, അവലോകനം, ജൈവ വള വിതരണം, തണലിടം പദ്ധതി, ഹൈമാക്സ് ലൈറ്റ് പരിപാലനം, നഗരസഭാ മീറ്റ് സ്റ്റാൾ ലേലാവകാശം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടത് തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായി. 22 അജണ്ടകൾ ഇന്ന് നഗരസഭാ കൗൺസിൽ പരിഗണിക്കുകയുണ്ടായി. നമ്മുടെ അടുത്ത വർഷത്തെ വാർഷിക പദ്ധതി വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായാണ് നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. കരട് പദ്ധതി ഈ വികസന സെമിനാർ വിളിച്ച് അതിൻ്റെ പദ്ധതി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ മാസം 22-ാം തീയതി 11 മണിക്ക് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് വികസന സെമിനാർ ചേരുന്നതിന് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ മിനി മാസ് ലൈറ്റുകളെല്ലാം കേടായി കിടക്കുക. ആ മിനി മാസ് ലൈറ്റുകൾ മുഴുവൻ 2 വർഷ വാറണ്ടിയോടുകൂടി നന്നാക്കുന്നതിനാവശ്യമായ നടപടികൾ ഇന്ന് കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഭരണകക്ഷിയിലെ ഐ ഗ്രൂപ്പ് വിട്ടുനിന്നു. ഭരണകക്ഷിയിലെ ചേരിപ്പോര് നഗരസഭയുടെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. കട്ടപ്പന മുനിസിപ്പാലിറ്റി വേണ്ടത്ര വികസനങ്ങൾ നടത്താനോ കൂടി ആലോചിക്കാനോ പലപ്പോഴും സാധിക്കുന്നില്ല. ഇത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളെ സംബന്ധിച്ചും വലിയൊരു പോരാഴിയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലായി മുന്നോട്ട് പോകാതെ ഇതിനൊരു മാറ്റവും വരികയില്ല. ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പം ചേരിതിരിവ്, ഓരോ പക്ഷം ചേർന്ന് ഉള്ള പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അതല്ല നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് ആവശ്യം. ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും, ഏത് സ്വതന്ത്രനാകട്ടെ, ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയാകട്ടെ, ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാടിനോ യാതൊരു വികസനമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തോട് ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും യോജിപ്പില്ല. ഐ ഗ്രൂപ്പിലെ 10 അംഗങ്ങളിൽ 9 പേർ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല.